സങ്കൽപ്പസംക്ഷയവശാത് ഗളിതേതു ചിത്തേ സംസാരമോഹമിഹിക ഗളിതാ ഭവന്തി ശുദ്ധം വിഭാതി ശരദീവ കമാഗതായാം ചിന്മാത്രമേകമജമാദ്യം അനന്തമന്തഃ. യോഗവാസിഷ്ടത്തിൽ 32,000 ശ്ലോകങ്ങളാണ്. ആ ശ്ലോകങ്ങളൊക്കെ എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിലുള്ള ആ ഉൾഘടനയെ പറ്റിയിട്ടാണ് സർവ്വതും പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ് തീരണില്ല. 18 ദിവസം കാലത്ത് മുതൽക്ക് വൈകുന്നേരം വരെ പറയലല്ല, പറഞ്ഞു കൊടുക്കല. അത് കേൾക്കാനോ കൊച്ചുമെടുക്കൻ രാമൻ 16 വയസ്സുള്ള രാജകുമാരക്കുട്ടൻ അവിടെ ഇരിക്കുന്നു. മാത്രമോ അച്ഛൻ, അമ്മ, മന്ത്രിമാർ, പൗരപ്രമുഖന്മാർ എല്ലാവരും ഉണ്ട്. തല കുലുക്കി എല്ലാവരും കേൾക്കുക. കേട്ടതിന് ശേഷം കേട്ടവരൊക്കെ അവരുടെ മനസ്സിൽ തോന്നിയതും അഭിനന്ദനവും എല്ലാം രേഖപ്പെടുത്തി. ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. സിദ്ധന്മാരെല്ലാവരും അവിടെ സന്നിഹിതരായി. കേൾക്കാൻ എത്ര വിശേഷപ്പെട്ടതാ. അപ്പോൾ പറയാണ്, മതി മതി ഈ സങ്കല്പം നടത്തിയത്, നിർത്തൂ. നിർവികൽപ്പ സമാധി പരിശീലിച്ച് എത്ര ശാന്തി വേണമോ അത്രയും ശാന്തി രാമാ നിൻ്റെ ഉള്ളിൽ നിന്ന് കടഞ്ഞെടുക്ക് എന്ന്. സങ്കൽപ്പസംക്ഷയവശാത് ഗളിതേതു ചിത്തേ സംസാരമോഹമിഹിക ഗളിതാ ഭവന്തി. ഈ സങ്കല്പം ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ആകാശത്തിൽ മേഘങ്ങൾ, കറുത്തിരണ്ട മേഘങ്ങൾ അങ്ങനെ വന്നുകൂടി സഞ്ചരിച്ചിങ്ങനെ നിറഞ്ഞിരിക്കണ പോലെയാണ്. ആകാശത്തിൽ വാസ്തവത്തിൽ എന്തെങ്കിലും സ്പർശിക്കുമോ? സ്പർശിക്കില്ല. അത് വളരെ ശുദ്ധമാണ്. അങ്ങനെ ശുദ്ധമായ ആകാശത്തിൽ മഴക്കാലത്ത് എത്ര അധികം കാർമേഘങ്ങളാണ് അവിടെ. എന്നാൽ ശരത്കാലം വന്നാലോ ഒരൊറ്റ കാറ് കാണില്ല, ആകാശം മാത്രമേ ഉണ്ടാവുള്ളൂ. രാത്രി മുകളിലേക്ക് നോക്കിയാൽ ലക്ഷോപലക്ഷം നക്ഷത്രങ്ങൾ തെളിഞ്ഞു കാണാം. മഴക്കാലത്ത് നോക്കിയാലോ ഒരൊറ്റ എണ്ണവും കൂടി കാണാൻ പറ്റില്ല, ചന്ദ്രനും കൂടി ചിലപ്പോൾ കാണാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ നിന്ന് ഉദിച്ചു വരുന്ന സങ്കല്പങ്ങൾ വേണ്ടതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി ആ സങ്കല്പങ്ങൾക്ക് ഒരു നേർത്ത് ആ സങ്കല്പം ക്ഷയിച്ചില്ലാതെ ആയാൽ, എല്ലാം താഴത്ത് വീണുപോയാൽ സംസാരമോഹമിഹിക ഗളിതാ ഭവന്തി. സംസാരം എന്ന് പറയുന്ന ഈ മോഹക്കാറുണ്ടല്ലോ, അത് മുഴുവനും പെയ്തൊടുങ്ങണമായി താഴത്തേക്ക് പോകും. ആ സമയത്താണ് നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്നത് ശുദ്ധം വിഭാതി. ശുദ്ധമായിട്ട് പ്രകാശിക്കുമത്രേ. എന്ത് ഇപ്പോൾ പ്രകാശിക്കുന്നത് ചിന്തകളാണ്. ആ സമയത്ത് മനസ്സ് നിശ്ചിന്തമായി, ചിന്തകളില്ലാതെ എവിടുന്നാണോ ഈ ചിന്തകളെല്ലാം ഉത്പത്തിയായി നിലനിൽക്കുന്നത്, ആ സ്രോതസ്സ് പ്രജ്ഞാവിശേഷം, ചൈതന്യം, സംവിത്ത് എന്ന് പറയുന്ന ആ വിശേഷപ്പെട്ട സാന്നിധ്യം പ്രകാശിക്കും. ഏതുപോലെ? ശരത്കാലത്തിലെ ആകാശം ശുദ്ധ സരളമാകുന്നത് പോലെ. ചിന്മാത്രമേകമജമാദ്യമനന്തമന്തഃ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ മനുഷ്യൻ എവിടുന്നുണ്ടായി, ഈ പഞ്ചഭൂതങ്ങൾ മുഴുവനും തുടങ്ങിയത് എവിടുന്നാ എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും.